ചില സമയം ഞാൻ ചിന്തിക്കും ഇതെല്ലാം കൂടെ അങ്ങ് തീർത്താലോ എന്ന് ഓർക്കും. പക്ഷെ ഒറ്റയ്ക്ക് തീരത്തുമില്ല. തീരെ വേണം കൊച്ചിനെ തീർത്തിട്ട് ഞാൻ പോകും. അങ്ങനെ ഒരു ഇതായി പോകുമല്ലോ, നമ്മൾ മനുഷ്യനല്ലേ. കാരണം ഇന്നലെ പറയാ സുധിച്ചാണ്ണ ഞാൻ കൊന്നു, എന്റെ പപ്പ കൊന്നു. അപ്പൊ ഇത്തരം വരുന്ന കമന്റുകളെല്ലാം രേണു കമന്റ് തന്നെ അല്ലല്ലോ, വ്ളോഗേഴ്സ് ഈ റിയാക്ഷൻസ് വീഡിയോസ് എടുത്ത് ഇടുവല്ലേ ഇങ്ങനെ. അപ്പൊ രേണുവിന് ഇത് മറ്റുള്ള ആരെങ്കിലും അയച്ചു തരാണോ അതോ രേണു തന്നെ കാണുകയാണോ? ഞാൻ കാണത്തില്ല, എന്നെ അറിയാവുന്ന ആരും എനിക്ക് ലിങ്ക് അയച്ചത് ഞാൻ കാണത്തില്ല. ഇതൊന്നും ഇന്റർവ്യൂ പോലും കാണാൻ തുടങ്ങി ഈയിടെ തൊട്ട. എന്റെ ഇന്റർവ്യൂസ് കാണാം, പണ്ടത്തെ ഇന്റർവ്യൂ ഒന്നും ഞാൻ കാണൂല, എന്തിനാ വെറുതെ കണ്ടു. അപ്പം ഈയിടെയെല്ലാം ഞാൻ കാണാൻ തുടങ്ങി തന്നെ. ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്ക് ഇവന്മാർക്കൊന്നും അറിയുന്നില്ല. ഇത് ഇന്ന് എൻ്റെ ചേച്ചി വിളിച്ച് പറഞ്ഞ ചേച്ചി അവരൊക്കെ കാണും. കാരണം അവര് വീട്ടുകാർ എന്നെ പറഞ്ഞോട്ടെ, എനിക്ക് വിഷയമല്ല. എന്നെ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഓരോ നെഗറ്റീവ് കമന്റ്സും എനിക്ക് പൂമാലകളാണെന്നാണ് ഇന്നും പറയുന്നത്. പക്ഷെ എൻ്റെ വീട്ടുകാരെ കൊന്നതാന്നൊക്കെ പറയാം. വീട്ടുകാർ അറിയാത്ത അവരെയൊക്കെ പറഞ്ഞ ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ മരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നവര്. ഫാമിലി ആയിട്ടങ്ങ് ആത്മഹത്യ ചെയ്താൽ തീരുന്ന പ്രശ്നമാണ് ഇവരുടെ. അല്ല ഞാൻ പിന്നെ ഇവർക്ക് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയും കൂടെ ഞാൻ കളയണം.